അമ്മ Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മളെ ഹ്യൂമൻ റിസോഴ്സിന്റെ ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, Good ma'am. afternoon, ma'am. വോയിസ് കേൾക്കാൻ പറ്റുന്നില്ലേ? Welcome. ഹലോ, ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന വോയിസ് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാം. എനിവേ നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോ എന്താണ് നമ്മള് ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, അത് ആണ് എടുത്ത് വെച്ചത്. അപ്പം അതിന്റെ എവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? major personal management process. ഹലോ, പ്രോസസ്സിലൊക്കെ അതിന്റെ പ്രോസസ് വരെയാണ് നമ്മള് നമ്മള് പേഴ്സണലിന്റെ ആ ഒരു പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വരെ. സോറി, ഇതായിരിക്കില്ലല്ലോ ഇതിന്റെ പ്രോസസ്. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ അല്ലെ, ഇതുവരെയാണ് പറഞ്ഞു നടത്തിയത്. നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? കളക്ടീവ് ബാർഗൈനിങ് പ്രോസസ്സിന്റെ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതുവരെ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ പോളിസി തുടങ്ങി ക്ലാസ് എടുക്കാം. അപ്പോ നമ്മൾക്ക് മനസ്സിലായല്ലേ, ഒരു ഓർഗനൈസേഷനില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഹ്യൂമൻ റിസോഴ്സസിനുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വിചാരിച്ചിട്ട് വേണം ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞു നിർത്തിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് പേഴ്സണൽ പോളിസിയാണ്. എന്താണ് പേഴ്സണൽ പോളിസി എന്ന് നോക്കാം. A personal policy is a pre-planned course of action that establishes a guide to work towards acceptable outcomes and objectives. അതായത് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് ഒരു പ്രീ പ്ലാൻഡ് നേരത്തെ കൂട്ടിയിട്ട് സ്ഥാപിക്കുന്ന കുറെ റൂൾസുകളാണ്. അതായത് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഇപ്പൊ ഇൻ കേസ് ഏതെങ്കിലും സ്കൂളാണെങ്കിലും എന്താണെങ്കിലും എന്താണ് ഒരു ലക്ഷ്യമുണ്ടാവും, ഒരു എയിം ഉണ്ടാവും. ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതാണ്. പേഴ്സണൽ പോളിസി ഈസ് എ പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പൊ നേരത്തെ കൂടിയുള്ള ഒരു പ്രവർത്തനമാണ്. that establish a guide to work toward acceptable outcome and objectives. അതായത് സ്വീകാര്യമായ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൂടി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളാണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. പേഴ്സണൽ പോളിസീസ് ആർ rules that control how to deal with a human resources or personal related situation. അതായത് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് പേഴ്സണുമായിട്ട് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ആണ്, പേഴ്സണുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു വിഭവശേഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് നയങ്ങൾ അല്ലെ, കുറച്ച് റൂൾസുകളാണ്. ആ ഒരു നയങ്ങൾ അതായത് അവരുടെ ആ ഒരു പേഴ്സണിന്റെ ആ റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഇച്ചിരി കൂടി നല്ല എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള
നിയമ നടപടികളാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് നേരത്തെ കൂടി തയ്യാറാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പേഴ്സണലുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറെ നിയമങ്ങളാണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ് ആർ അച്ചീവ്ഡ് ബൈ സെറ്റിംഗ് അപ്പ് പേഴ്സണൽ പോളിസീസ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് കുറച്ച് നിയമങ്ങൾ, ഒരു ഓർഗനൈസേഷൻ ലക്ഷ്യം നേടിയെടുക്കാനുള്ള കുറച്ച് നിയമങ്ങളാണ് പേഴ്സണൽ പോളിസി എന്ന് പറഞ്ഞു. അതിന്റെ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഫസ്റ്റ് പറയുന്നത്? ദേ ഹെൽപ്പ് മാനേജേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ടു ടേക്ക് എ ഡിസിഷൻ വിത്തൗട്ട് കൺസൾട്ടിങ് ദെയർ സുപ്പീരിയർ. അതായത് നമുക്ക് അറിയാം, ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അല്ലെ, അവിടെ മേലാധികാരികൾ ഉണ്ടാവും, കീഴുദ്യോഗസ്ഥരെല്ലാം വ്യത്യസ്ത രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഇൻ കേസ് ഇപ്പൊ ഒരു കീഴുദ്യോഗസ്ഥ ഒരു ഡേറ്റ് ആയിട്ട് വന്നു, അപ്പൊ അവരുടെ സാലറി ഒന്നും കട്ട് ചെയ്യേണ്ടത് എന്തെങ്കിലും മേലാധികാരുടെ തൊട്ടുമായിട്ടുള്ള ആൾക്കാരോട് ചോദിക്കാതെ തന്നെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ മാനേജ്മെന്റിന് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഓവർ ടൈം ചെയ്തു, ഏതെങ്കിലും ഒരു കീഴുദ്യോഗസ്ഥർ അവർ ഓവർ ടൈം ചെയ്തു, അപ്പൊ ഡ്യൂട്ടിക്ക് എന്തെങ്കിലും നിയമാവലികൾ ഉണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥരോട് ചോദിക്കാതെ തന്നെ ഇവർക്ക് അതിന്റെ ഫേവറബിൾ ആയിട്ടുള്ള കൂലി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ മേലുദ്യോഗസ്ഥന്മാരോട് ഡിസ്കസ് ചെയ്യണമെന്ന് ഇവരെ തൊട്ട് മേലെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് ഡിസ്കസ് ചെയ്യാതെ തന്നെ ചില കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കാനായിട്ട് മാനേജ്മെന്റിന് സാധിക്കും. They help managers at different levels of decision making to take a decision without consulting their superior. ഇത് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. മറ്റേത് പ്രവർത്തനത്തിലും അല്ലെ, കീഴുദ്യോഗസ്ഥര് ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളിലും മേലാധികാരികളോട് ഡിസ്കസ് ചെയ്യാതെ തന്നെ ഇവരോട് എന്തെങ്കിലും കാര്യങ്ങൾ മാനേജ്മെന്റിന് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഈ പോളിസികള് നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ്, they ensure long-term welfare of the employees and make for a good employer-employee relationship as favorism and discrimination are present. അതായത് നമുക്കറിയാതെ ചില ഇതുകളിൽ ഓർഗനൈസേഷനിൽ ചിലർക്ക് വ്യക്തിപരമായിട്ട് ചിലവരോട് ഒരു അടുപ്പോ എന്തെങ്കിലും ഉണ്ടാവും, അതല്ലെങ്കിൽ അവരുടെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഓരോ വ്യക്തികൾക്കും കൊടുക്കുക. ചിലർക്ക് എന്താണ് ഡിസ്ക്രിമിനേഷൻ, അവരുടെ വിവേചനം കാണും. അപ്പൊ അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കാനായിട്ട് ഇത്തരം പോളിസികൾ ഉണ്ടെങ്കിൽ സാധിക്കില്ല. അപ്പോ നയങ്ങൾ എന്ന് പറയുന്നത്, നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, എല്ലാവർക്കും ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ എല്ലാവരും തന്നെ നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ചിലർക്ക് ചില ഫേവറിസം അല്ലെങ്കിൽ ചിലർക്ക് ചില വിവേചനത്തോടു കൂടിയുള്ള പെരുമാറ്റം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുക ഇല്ല എന്നുള്ളത്. ഇത്തരം പോളിസിയുടെ രണ്ട് അഡ്വാൻറ്റേജസ് ആണ് പറഞ്ഞത്. ഒന്ന് എന്താണ്, മാനേജേഴ്സിന് വ്യക്തിപരമായിട്ട് തന്നെ മേലുദ്യോഗസ്ഥന്മാരോട് ചോദിക്കാതെ തന്നെ തീരുമാനം എടുക്കാൻ സാധിക്കും. മറ്റൊന്ന് എന്താണ്, എംപ്ലോയർ തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം അല്ലെ. ഇപ്പൊ അവരോട് തന്നെ വിവേചനം കാണിക്കാതെ തന്നെ അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ചിട്ടാണ്, ആ പോളിസി അനുസരിച്ചിട്ടാണ് എംപ്ലോയറിനോട് കാര്യങ്ങൾ പൊതുപ്പിക്കുക. അപ്പൊ ചിലരോട് എന്താണ് അടുപ്പം കാണിക്കേണ്ടതോ ചിലരോട് വിവേചനം കാണിക്കേണ്ടതായിട്ട് വരികയില്ല. ചിലപ്പോ ചില പേഴ്സൺസ് അല്ലെ മാനേജിംഗ് പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. എന്താണ്, ചില പേഴ്സൺസ് അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ആവുമ്പോൾ അവരോട് ചിലപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരും. പക്ഷെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നേരത്തെ കൂടി പോളിസികൾ ഉണ്ടെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള അടുപ്പത്തിന്റെ ആവശ്യകതയൊന്നും ഉണ്ടാവില്ല. പോളിസി പാലിക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ്. അങ്ങനെ ഒരു വിവേചനത്തിന്റെ ആവശ്യകത അവിടെ വരുന്നില്ല എന്നുള്ളത്. ക്ലിയർ ആയോ? എന്താണ് പേഴ്സണൽ പോളിസി, എന്താണ് അഡ്വാൻറ്റേജസ് നോക്കിയായോ? നെക്സ്റ്റ് എന്താണ് ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ലക്ഷ്യങ്ങൾ, ഇത്തരം പോളിസികൾ ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്, സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് നമുക്ക് പോളിസിയോട് കൂടിയിട്ട് അല്ലെ കുറച്ച് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി ആദ്യത്തെ ജോലി തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു സുരക്ഷിതമുണ്ട് അല്ലെ, ജോലി ചെയ്താൽ കൂലി കിട്ടും, അതല്ലെങ്കിൽ നമ്മളെ എത്രയും 2-3 മാസം കഴിയുമ്പോൾ പിരിച്ചു വിടില്ല, എന്തെങ്കിലും ഒരു റൂൾസിന്റെ ബേസിലായിരിക്കും, നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. അപ്പൊ അവർക്കൊരു സുരക്ഷിതമുണ്ട്. ഇൻ കേസ് അവരെങ്ങനെ പിരിച്ചു വിട്ടാലും
നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് ലീഗലി നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഈ നിയമത്തിന്റെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ പോളിസി നയങ്ങളുടെ ബേസിലാണ് ജോലിക്ക് പ്രവേശിക്കരുത് ഇത് നമുക്ക് അനുകൂലമാക്കി തന്നില്ല അല്ലെ. ഒരു 3 മാസം വർക്ക് ചെയ്ത അതിനുശേഷം ഒരു പെർമനന്റ് എംപ്ലോയി ആക്കണം എന്നുള്ള ഒരു കാര്യത്തിലൊക്കെ ഉണ്ടായെങ്കിൽ എന്താണ് 3 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് തിരിച്ചുവിട്ട നിയമപരമായിട്ട് അദ്ദേഹത്തിന് അത് കിട്ടേണ്ട ഒരു അർഹതയുണ്ട്. സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ് ജോലിയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ സഹായിക്കുന്ന ഒരു ലക്ഷ്യം തന്നെയാണ്. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് ഫെയർ വേജസ് എന്ന് പറഞ്ഞാൽ മതിയായ കൂലി അല്ലെ, കൃത്യമായിട്ടുള്ള കൂലി കൊടുക്കുക. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് അവിടെ ഒരു സ്പെല്ലിംഗ് എറർ ഉണ്ട്. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് അവർക്ക് കൃത്യമായിട്ടുള്ള കൂലി കിട്ടാനായിട്ട് നമുക്കറിയാം. ഇന്ന സമയം ഇത്ര ടൈം വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇത്രയും കൂലിയുണ്ട്. ഓരോരുത്തരുടെയും ആ ഒരു സ്റ്റാൻഡ് ഓരോരുത്തരുടെയും ആ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള കൂലി അവർക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് അവർക്ക് ആ കൂലി നേടിയെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അതായത് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ആരോടും വിവേചനം കാണിക്കാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറാനായിട്ട് മാനേജേഴ്സിന് സാധിക്കുമെന്നുള്ളത് അല്ലെ. അവിടെയുള്ള വർക്കേഴ്സിനും മേലാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നിയമങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും ബാധ്യസ്ഥമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർക്കും വലിയ പ്രോബ്ലംസ് ഉണ്ടാവില്ല. എല്ലാവരോടും തന്നെ ഒരുപോലെ തന്നെ നല്ല ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ട്രെയിനിങ് ഓഫ് എവരിവൺ അതായത് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കയറിപ്പെട്ടുന്നതാവുമ്പോഴെന്നാണ് എല്ലാവർക്കും ഒരുപോലെ തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ് അല്ലെ. അവർക്ക് ഇത്തിരി കൂടുതൽ ട്രെയിനിങ് പീരീഡ് കിട്ടി നമുക്ക് ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിന് ആവശ്യകതയില്ല. എല്ലാവർക്കും തന്നെ ഒരുപോലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അതായത് നല്ല ഒരു ഉപയോഗപ്രദമാക്കത്തക്ക വിധത്തിൽ ഹ്യൂമന്റെ ആ ഒരു മനുഷ്യന്റെ വിഭവശേഷി നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കാനായിട്ട് ഈ പോളിസികൾ കൊണ്ട് ഈ നിയമങ്ങൾ കൊണ്ട് സാധിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി അതായത് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അന്തസ്സുണ്ട് അല്ലെ. നമ്മുടെ പൊസിഷൻ അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അവരുടേതായ ഒരു അന്തസ്സ് കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ബഹുമാനം കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മൾ ഏത് ലെവലിലുള്ള തൊഴിലിനാണോ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ചെയ്യണം. നമുക്ക് മേലുള്ള അധികാരികളെ റെസ്പെക്ട് ചെയ്യാനും ബാധ്യസ്ഥരാണ് അല്ലെ. അത് ആ റൂൾസിൽ ഉണ്ടാവും. അതനുസരിച്ചിട്ട് തന്നെ നമ്മുടെ പൊസിഷൻ എന്താണെന്നും മേലാധികാരി എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് അവർക്കെല്ലാം ബഹുമാനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ് ഈ റൂൾസിന്റെ ഈ പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്താണ് പേഴ്സണൽ പോളിസി എന്നുള്ളത്, അതിന്റെ അഡ്വാൻറ്റേജസ്, ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്താണ് പ്രിൻസിപ്പിൾസ്, എന്തൊക്കെ തത്വങ്ങളാണ്. അതായത് നമ്മുടെ പേഴ്സണൽ പോളിസിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തത്വങ്ങൾ അധിഷ്ഠിതമായിരിക്കണം ഈ പേഴ്സണൽ പോളിസി തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഇതിന്റെ തത്വങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ട്രെയിൻ എവരിവൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. ഓരോരുത്തർക്കും എല്ലാവർക്കും തന്നെ അവരവർ ചെയ്യേണ്ട ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് എല്ലാവർക്കും തന്നെ കൊടുക്കുക എന്നുള്ളത്. put the right man in the right place. ഈ നിയമപ്രകാരം എന്താണ് ഓരോ പേഴ്സൺസിനും ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും പിന്നിലുള്ള വേക്കൻസിയിൽ ഉള്ള സ്ഥാനം കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ put the right man in the right place. എവിടെയാണോ ജോലിക്ക് വേക്കൻസി തന്നിരിക്കുന്നത് ആ പ്ലേസിന് അവിടെ മതിയായ രീതിയിൽ ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സണെ നിയമിക്കാനായിട്ട് ഈ നയപ്രകാരം സാധിക്കുമെന്നുള്ളത്. അതനുസരിച്ചിട്ടുള്ള നയത്തെ ആയിരിക്കണം ആ നിയമാവലിയിൽ ഉണ്ടായിരിക്കേണ്ടത്. Then supply the right tools and the right conditions of the work. അതായത് നമുക്കറിയാം ഒരു പേഴ്സൺ അത് അവർക്ക് കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനോടുകൂടി അവർ വർക്ക് ചെയ്യാൻ വരുമ്പോഴെന്താണ് അവർക്ക് കൃത്യമായ ടൂൾസും പ്രൊവൈഡ് ചെയ്യണം അല്ലെ. ഇപ്പൊ ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അദ്ദേഹം പ്രസന്റ് ആണെങ്കിലും അതിന് മതിയായ ഒരു ഇത് അല്ലെ ഒരു സിസ്റ്റം ഇല്ല എങ്കിൽ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ പോളിസി അനുസരിച്ചിട്ട് തന്നെ അവർക്ക് മതിയായ കാര്യങ്ങളും മതിയായ
ടൂൾസുകൾ പ്രൊവൈഡ് ചെയ്തു കൊടുക്കുക. Then the next എന്താണ് make the organization a coordinated team through a proper coordinated and administration of various departments and divisions. അതായത് ഒരു സ്ഥാപനം അല്ലെ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെതായ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം വലിയ ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോൾ എന്താണ് എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ടാവും. അത് അവിടെ കാർഡിയോളജി, നെഫ്രോളജി, ന്യൂറോളജി, അത് മാത്രമല്ല ആ ഓരോ ഡിപ്പാർട്ട്മെന്റിനും പക്ഷേ വേറെ വേറെ കുറെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം എന്താണ് അവിടെ എല്ലാം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒരു ഏകോപിപ്പിച്ചിട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരുപക്ഷെ സർവീസിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് കൂടി ലക്ഷ്യമിട്ടിട്ടായിരിക്കും ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം എന്താണ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഓർഗനൈസേഷനെ കോർഡിനേറ്റ് ടീം, അവർക്കൊരു കോർഡിനേറ്റ് ടീം ഉണ്ടാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ എന്താണ് പ്രോപ്പർ കോർഡിനേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിവിഷൻസ്. ഇവിടെയെല്ലാം ഈ കോർഡിനേറ്റ് ടീം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഭരണപരമായ രീതിയിലുള്ളവരെ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെയും എല്ലാവരെയും തന്നെ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവേണ്ട പ്രോപ്പറായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഈ തത്വത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതായത് ഈ പോളിസി നയങ്ങളിലും ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ തത്വങ്ങളിൽ പറയുന്ന പ്രിൻസിപ്പിളിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോർഡിനേറ്റീവ് ഫംഗ്ഷൻ, എല്ലാവരെയും ഒന്നിച്ച് ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനം. അതിന് വേണ്ടിയിട്ടുള്ള ടീം എല്ലാവരെയും നല്ല രീതിയിൽ എല്ലാ ഡിവിഷനെയും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഒന്നിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ് പ്രൊവൈഡ് സെക്യൂരിറ്റി വിത്ത് ഓപ്പർച്യൂണിറ്റി, ഇൻസെന്റീവ്, റെക്കഗ്നീഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ജോലി അല്ലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി വരുമ്പോൾ അവർക്ക് കുറെ അവസരങ്ങൾ വേണം, ജോലി ചെയ്യാനായിട്ടുള്ള ഒരു അവസരം വേണം. അതോടൊപ്പം തന്നെ അവർ ചെയ്യുമ്പോൾ അവർക്ക് തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതായത് ചിലപ്പോൾ ഓവർ ടൈം ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സാലറി ബെനിഫിറ്റ് ഒക്കെ വേണം അല്ലെ. ആ ഒരു ഇൻസെന്റീവ്സ് ഒക്കെ എന്താണ് അവർക്ക് പ്രധാനമായിട്ടും കൊടുക്കേണ്ടതുണ്ട്, നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അംഗീകാരവും വേണം അല്ലെ. അവർ ചെയ്തതിന് അവർക്ക് ഒരു അംഗീകാരം വേണം. ഇൻ കേസ് ചിലപ്പോൾ ചില ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യേണ്ടത് കീഴുദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അവർക്കൊരു അംഗീകാരം അല്ലെ, വേറെ ഉദ്യോഗസ്ഥർക്ക് ഒരു അംഗീകാരം കൊടുത്തിരിക്കുക, നിങ്ങൾ ഡ്യൂട്ടി ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചോളൂ. കേസ് ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഒരു വാർഡ് നയിക്കുന്നതിന് നമുക്കറിയാം ഇൻചാർജുള്ള നഴ്സുമാരുണ്ടാവും. അവരായിരിക്കും അവിടെയുള്ള എല്ലാ നഴ്സുമാരെ കൊണ്ട് ഓരോരോ ഡ്യൂട്ടികൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇൻചാർജുള്ള പേഴ്സൺ എന്താണ് അധികാരം വിട്ടുകൊടുക്കേണ്ടതുണ്ട് അല്ലെ. ആ ഒരു അംഗീകാരം അവർക്ക് കൊടുക്കണം. എന്താണ് ഓരോ തൊഴിലാളിക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം, ഇൻസെന്റീവ്സ് കൊടുക്കണം, അധികാരം കൊടുക്കണം. ഇതിനൊക്കെയുള്ള ഒരു സുരക്ഷിത ബോധം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ഈ തത്വത്തിൽ പറയുകയാണ്. നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഇതിനെല്ലാം പ്രാധാന്യം കൊടുത്തിട്ട് സുരക്ഷിതത്വമായ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇൻസെന്റീവ്സ്, അംഗീകാരം എല്ലാം അവർക്ക് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് എന്താണ് ലുക്ക് അഹെഡ്, പ്ലാൻ അഹെഡ് ഫോർ മോർ ആൻഡ് ബെറ്റർ തിങ്സ്. അതായത് നമ്മളെപ്പോഴും ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്താണ് നമ്മൾ മുന്നോട്ട് അല്ലെ, എപ്പോഴും നമ്മളുടെ മുന്നിലുള്ള വ്യക്തികളെ നല്ല രീതിയിൽ നയിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു നയം എല്ലാ രീതിയിലും എടുക്കുമ്പോൾ മോർ ആൻഡ് മോർ നമ്മൾ നല്ല ബെറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യത്തോട് കൂടിയിട്ട് എപ്പോഴും മുന്നോട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ആസൂത്രണമായിരിക്കണം എല്ലാ തരത്തിലും ഈ പ്ലാനിങ്ങിൽ ഈ പോളിസികൾ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പോളിസി പ്രിൻസിപ്പിൾസിൽ പറയുമ്പോൾ എല്ലായ്പ്പോഴും എന്താണ് ലക്ഷ്യം എന്തായിരിക്കണം, മുന്നോട്ട് എന്നുള്ള ലക്ഷ്യം ആയിരിക്കണം നമ്മൾ ഉള്ള ഈ റൂൾസുകളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ജസ്റ്റ് പ്രിൻസിപ്പിൾ ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റുകൾ പറയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. Provide security. Provide security with the opportunity, incentive, recognition. Provide security എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം ഒരു പ്രധാനമായിട്ടും അവർക്ക് ഒരു സുരക്ഷിതത്വം വേണം. അതായത് ഒരു തൊഴിലാളിക്ക് അവർക്ക് സുരക്ഷിതത്വം വേണം. വിത്ത് ഓപ്പർച്യൂണിറ്റി, അവര്
ജോലി ചെയ്യുന്നവർക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇൻസെന്റീവ്സ് വേണം. അതായത് അവർക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ഓവർ ടൈം ആണെങ്കിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനുള്ള ഒരു കൂലി, അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ അത് കൂടുതൽ ചെയ്യുമ്പോഴുള്ള ഇൻസെന്റീവ്സ് അത് അവർക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ റെക്കഗ്നീഷൻ, അംഗീകാരം. അതായത് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അംഗീകരിച്ചാൽ മാത്രമേ അല്ലേ ലീഡർഷിപ്പ് നമ്മുടെ ലീഡർഷിപ്പ് ഒക്കെയാണെന്ന് അംഗീകരിച്ച് നമുക്ക് ഇൻസെന്റീവ്സ് ഒക്കെ തന്നാൽ മാത്രമേ ആ ലീഡർഷിപ്പ് പവർ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അതെല്ലാം എന്താണ് ഈ പ്രിൻസിപ്പിൾസിൽ, ഈ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ആ തത്വങ്ങളെല്ലാം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ എന്താണ് ഒരു പോളിസികൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓവർഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഇൻസെന്റീവ്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ഏറ്റെടുക്കാനുള്ള റെക്കഗ്നീഷൻ, അംഗീകാരം കൊടുക്കുന്നു. അതല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള ജോലി ചെയ്യാനായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സുരക്ഷിതത്തോടു കൂടിയിട്ടുള്ള അവസരങ്ങൾ നൽകുക. ഇതെല്ലാം എന്താണ് ഈ പോളിസി, ഈ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഉൾപ്പെടുത്തുന്നത്. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ലുക്ക് ആൻഡ് ഹെഡ്, പ്ലാൻ ആൻഡ് ഹെഡ് ഫോർ മോർ ആൻഡ് ബെറ്റർ തിങ്സ്. അതായത് ഏറ്റവും നല്ല രീതിയിൽ കൂടുതലായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ എപ്പോഴും ആസൂത്രീകരണപ്പെടുത്തുക. അതായത് എപ്പോഴും ഓർഗനൈസേഷന്റെ ലക്ഷ്യം എത്രയും നന്നായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എത്ര സ്പീഡിൽ നേടിയെടുക്കുക, അതായിരിക്കണം മുന്നില്. അതായത് പോളിസി രൂപീകരിക്കുമ്പോൾ ആ തത്വമാണ് പ്രധാനമായിട്ട് എടുക്കേണ്ടത്. അതായത് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എപ്പോഴും മുന്നോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് അത് ബാക്കൗട്ട് ആയി കഴിഞ്ഞാൽ തളർന്നിരിക്കാതെ വീണ്ടും അടുത്തൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യുക. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കണം നയങ്ങൾ രൂപീകരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? തേർഡ് പോയിന്റ് ചോദിച്ചിട്ടുണ്ട്, എന്താണ് സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻസ് ഓഫ് വർക്ക്. നമ്മുടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്കറിയാലോ, ഓരോ പ്രവർത്തനം ചെയ്യണമെങ്കിൽ അവർക്ക് മതിയായ ടൂൾസുകൾ വേണം. അപ്പൊ ഒരു വ്യക്തി അവര് പ്രസന്റ് ആണ് അല്ലെ, അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ നഴ്സുമാരൊക്കെ ഓക്കെയാണ്. പക്ഷെ അവർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് കൈകാര്യം ചെയ്യാനുള്ള ടൂൾസ് ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ടൂൾസുകൾ അവൈലബിൾ ആക്കുക, അത് ഉറപ്പുവരുത്തി കൊടുക്കുക. അപ്പോഴത്തെ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻ ഓഫ് വർക്ക്. ഓരോ വർക്കിന് അനുസരിച്ചിട്ടുള്ള ടൂൾസുകൾ കൃത്യമായിട്ട് തന്നെ സപ്ലൈ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ പോളിസികൾ ഉണ്ടാക്കുമ്പോൾ ഓരോ പോളിസി അല്ല അല്ലെ, ഒരു അറേഞ്ച്മെന്റ് കുറെ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഒരുപക്ഷെ പേഴ്സൺസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. ഓരോ തിയേറ്ററിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നമുക്കറിയാമല്ലോ, നിങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. സ്റ്റെറിലൈസേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ CST അത് കഴിഞ്ഞു. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് ആ എക്യുപ്മെന്റ്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ അവിടെ അവൈലബിൾ ആക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ കറക്റ്റ് പ്ലേസിൽ അവർക്ക് ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ എന്താണ് ആ എക്യുപ്മെന്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ നയങ്ങളും അവിടെ രൂപീകരിക്കണം. ഇതിന്റെ പേഷ്യന്റിന്റെ സമയത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവണം. ടൂൾസുകളെല്ലാം ഇന്ന സമയത്ത് അവർക്ക് എത്തിച്ചിട്ടുണ്ടാവണം. ഈ നയ രൂപീകരണത്തിൽ അതും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഇനി മറ്റേതെങ്കിലും പോയിന്റ്? വേറെ എന്തെങ്കിലും? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് എന്താണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് പേഴ്സണൽ പോളിസി. എന്താണ് അതില് പ്രധാനമായിട്ടും പറയുന്നത്? പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഈ പോളിസി ഉണ്ടാക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തത്വങ്ങൾ അധിഷ്ഠിതമായിരിക്കണം ഈ പോളിസി എന്നുള്ളത് പറഞ്ഞു. ഈ പോളിസി നയങ്ങൾക്ക് ചില സവിശേഷതകളുണ്ട്. ആ ഒരു സ്വഭാവ സവിശേഷതകൾ എന്താന്ന് നോക്കാം. It should be clear, positive and early understood. Early and easily understood. Should be clear, positive and easily understood by each and every employee of the organization. Okay, I have not zero.
It should be clear, positive and easily understood by each and every employee of the organization. ഓർഗനൈസേഷന്റെ എല്ലാ എംപ്ലോയീസിനും എന്താണ് ഒരു പോസിറ്റീവ് എനർജി തരുന്ന തരത്തിൽ, അത് മാത്രമല്ല വ്യക്തമായിട്ടും ഈസിലി വളരെ എളുപ്പത്തിലും മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള പോളിസികൾ, നയങ്ങളായിരിക്കണം രൂപീകരിക്കേണ്ടത്. അതായത് അവിടെയുള്ള വർക്കേഴ്സിന് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനും അത് വ്യക്തമായ രീതിയിലും ഒപ്പം തന്നെ എന്താണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അല്ലെ, പോസിറ്റീവ് ആൻഡ് ഈസിലി അണ്ടർസ്റ്റുഡ്. നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന തരത്തിലുള്ള പോളിസി നയങ്ങള് അവർക്കൊന്നും അത് താഴേക്ക് വരുന്നുണ്ട്. ആ നയങ്ങൾ എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടുന്ന അവർക്ക് ഭയങ്കര സ്ട്രെസ് കൊടുക്കുന്ന തരത്തിലുള്ള നയങ്ങളായിരിക്കരുത്. പോസിറ്റീവ് എനർജി കൊടുക്കുന്ന തരത്തിലുള്ള നിയമങ്ങളായിരിക്കണം കൊണ്ടുവരേണ്ടത്. Then it should be in written form. ഏത് രീതിയിലുള്ളതായിരിക്കണം? ഇത് എഴുതി തയ്യാറാക്കിയ രീതിയിലായിരിക്കണം നിയമങ്ങൾ കൊണ്ടുവരേണ്ടത്. Then it should be in the local language also. അതായത് അവിടെ ഉള്ള ആ ലാംഗ്വേജ്, അവിടെയുള്ള തൊഴിലാളികൾക്ക് വായിച്ചാൽ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള അവിടെയുള്ള ലൊക്കാലിറ്റിയിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. Then it should be generally known to all those who are interested. അതായത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആവുന്ന തരത്തിലുള്ള വിഷയങ്ങളായിരിക്കണം അല്ലെ അവിടെ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് കൊടുത്തിരിക്കേണ്ടത്. It should be generally known to all those who are interested. അവിടെയുള്ള അവർക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ചെയ്ത്, നമുക്കറിയാം അവിടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള റൂൾസുകൾ, നിയമങ്ങളായിരിക്കണം വന്നത്, അല്ലെ. ചിലർക്ക് കുഴപ്പമില്ല, നല്ല നിയമങ്ങളാന്ന് പറയുന്നത്, നമുക്കൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള നിയമങ്ങളാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്നുള്ള ഒരു രീതിയാണ് അവിടെ പോയത്. It should be generally known to all those who are interested. Then it should be written in order to preserve it against loss. അതായത് നഷ്ടം ഒന്നും സംഭവിക്കാതെ അതിനെ ഒരു പ്രിസർവ് ചെയ്യുന്ന തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. ഒരു ഹോസ്പിറ്റലിൽ നമുക്കറിയാം അല്ലെ, അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനിലും അവര് ഇങ്ങനെ പോളിസികൾ രൂപീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് തന്നെ ആ ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ, അല്ലെ, അത് തുടർന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരിക്കലും അത് നഷ്ടത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള നിയമാവലികൾ അവര് പുറത്തിറക്കില്ല, അല്ലെ. എപ്പോഴും നഷ്ടം ഉണ്ടാവാത്ത തരത്തിലുള്ള വ്യക്തമായിട്ടുള്ള പോളിസികളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. Then it must be reasonably stable but not rigid. അത് ആ നിയമങ്ങളെല്ലാം ഒരു സ്ഥായിയായി നിലനിൽപ്പ് അതിനുണ്ടായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, ബട്ട് നോട്ട് റിജിഡ്. അതായത് അത് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാവരുത്. എല്ലാവരും അടിച്ചേൽക്കുന്ന ഈ നിയമങ്ങൾ വരുമ്പോഴെന്താണ് അത് തന്നെ പാലിച്ചു പോകണമെന്ന് പറയുമ്പോൾ ഒരു ഇൻ കേസ് ഓരോ ദിവസം ലേറ്റ് ആയിട്ട് വന്നു, നെക്സ്റ്റ് ടൈമിൽ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി നെക്സ്റ്റ് ടൈം തുടങ്ങി നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കരുത് എന്നുള്ള നിയമമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, അല്ലെ. ചിലപ്പോ ഒരുപക്ഷെ ആ നിയമം പങ്ക്ച്വാലിറ്റി പാലിക്കേണ്ടത് ഫസ്റ്റാണ്, പക്ഷെ അത്രയും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്, അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു രീതി ഫോളോ ചെയ്യരുത്. സ്റ്റേബിൾ ആയിരിക്കണം, ബട്ട് നോട്ട് റിജിഡ്. It should be the result of the careful analysis of all the available factors. അതായത് നമ്മള് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളും കുറിച്ച് കിട്ടിയിരിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും എല്ലാം തന്നെ അനലൈസ് ചെയ്ത് വിശദമായിട്ട് മനസ്സിലാക്കി കെയർഫുൾ ആയിട്ട്, അല്ലെ, ശ്രദ്ധയോട് കൂടിയിട്ട് വിലയിരുത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള നിയമങ്ങൾ, അതിന്റെ റിസൾട്ട് എന്ന വണ്ണമായിരിക്കണം ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അതായത് ചില ഫാക്ടുകളെല്ലാം സത്യമാണോ അല്ലേ എന്ന് തിരിച്ചറിയാതെ തന്നെ അത് ബേസ് ചെയ്തിട്ട് കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയാൽ അത് നന്നായിട്ട് പോകണമെന്നില്ല. എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ഫാക്ട്സുകളും അത് കെയർഫുള്ളി അനലൈസ് ചെയ്തതിനു ശേഷം അതിന്റെ റിസൾട്ട് ആയിരിക്കണം ഈ നിയമങ്ങൾ പേഴ്സണൽ പോളിസി ആയിട്ട് ഇറക്കേണ്ടത്. Then it should be uniform throughout the organization. അതായത് എല്ലാവർക്കും ഒരുപോലെ, അല്ലെ, ആ ഓർഗനൈസേഷനില് എല്ലാവർക്കും ഒരുപോലെ പാലിക്കപ്പെടുന്ന തരത്തിലുള്ള നിയമാവലി ആയിരിക്കണം, അല്ലെ. വ്യത്യസ്ത കാഴ്ചപ്പാടുകൂടി ആയിരിക്കരുത്, യൂണിഫോം നേച്ചർ ആയിരിക്കണം. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് എ two-way communication system between the management and the employees. നമുക്കറിയാം
ഒരു മാനേജ്മെന്റിന് അവര് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരുന്നു, അതോടൊപ്പം തന്നെ അവിടെയുള്ള എംപ്ലോയീസ് അവർക്ക് ചില കാര്യങ്ങളല്ലേ നേരിട്ട് ഒരു മാനേജേഴ്സിനോട് ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ പകരം അവർക്ക് നേരിട്ട് ഒരു വർഷം ഒരു മണിക്കൂർ കൂടുതൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അവർക്ക് ഡിലേ ആയിട്ട് വരാനാ പറ്റിയത്. അപ്പൊ അതിനൊക്കെ എന്തൊക്കെയാണ് സാധ്യതകൾ എന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയം നടത്താൻ തക്കവിധത്തിലുള്ളതാകുമ്പോൾ അതിനുള്ള പോളിസി നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് എങ്കിൽ അത് എന്താണ് എത്രയും ബെറ്റർ ആയിരിക്കും അല്ലെ. ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. ആക്ച്വലി ഈ പേഴ്സൺസ് അവരുടെ എംപ്ലോയീസിന് ഇങ്ങനെ അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. എന്താണ് മാനേജേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു ഓവർ ടൈം ചെയ്താലോ അല്ലെങ്കിൽ ഒരു ദിവസം ആക്സിഡന്റ് സംഭവിച്ചാലോ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ഷിഫ്റ്റ് മാറി വന്നാലോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടുള്ളതിന് പകരം കൃത്യമായിട്ട് തന്നെ ആ നിയമത്തിൽ അത് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അത് ഇച്ചിരി കൂടി ബെറ്റർ ആണ് അല്ലെ. അതിനൊരു നല്ലൊരു സവിശേഷമായ ഒരു പോളിസി നിയമങ്ങളായിരുന്നു. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷന് പറ്റുന്ന തരത്തിലുള്ള നിയമങ്ങളായിരുന്നു. മസ്റ്റ് പ്രൊവൈഡ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ കേസ്. അപ്പൊ അതനുസരിച്ചിട്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള കൂലി കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ആബ്സെന്റ് അത് വന്നു കഴിഞ്ഞാൽ അത് ഫേവറബിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു നിയമാവലി വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ എംപ്ലോയീസിന് എംപ്ലോയറുടെ ഇടയിൽ കൃത്യമായിട്ട് അത് ഇത് ഇൻഫോം ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ ഞാനിങ്ങനെ ഓവർ ടൈം ചെയ്തു, അങ്ങനെ കൂലി കിട്ടിയില്ല അല്ലെ. ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ആശയവിനിമയം നടത്താനും കൂടി പറ്റുന്ന തരത്തിലുള്ള നിയമാവലിയായിരിക്കണം കൊണ്ടുവരേണ്ടത്. ഇതെല്ലാം എന്താണ് ഈ ഒരു പോളിസി, പേഴ്സണൽ പോളിസിയിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അയച്ചു നോക്കുക, എന്തെങ്കിലും നോക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക. Point. It should be written in order to preserve it against loss. Okay. നഷ്ടം എന്നാണ് അഗേൻസ്റ്റ് ലോസ്, അതായത് നഷ്ടം കൂടാതെ നഷ്ടമില്ലാത്ത തരത്തിലുള്ള നിയമാവലികളാണ് അവിടെ റിസർവ് മുൻഗണന കൊടുത്ത് റിസർവ് ചെയ്തിട്ടുള്ള എഴുതി തയ്യാറാക്കേണ്ട നിയമാവലികൾ. ഒരു ഓർഗനൈസേഷൻ നിയമാവലികൾ പുറത്തിറക്കുമ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ നഷ്ടത്തിൽ പോകുന്ന തരത്തിലുള്ള നിയമാവലികൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഞാനിതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. എന്താണ് നഷ്ടത്തിലേക്ക് പോകാതെ നഷ്ടത്തിലേക്ക് പോകാത്ത തരത്തിലുള്ള നിയമങ്ങളാണ് കൊണ്ടുവരേണ്ടത്. നിയമാവലികൾ നമ്മൾ രൂപീകരിക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ പോയിന്റിലൊക്കെ നമ്മൾ കണ്ടു കുറെ ഫാക്ടുകൾ, വസ്തുതകളെല്ലാം പരിശോധിച്ച് വിലയിരുത്തിയിട്ടൊക്കെ വേണം നിയമാവലികൾ കൊണ്ടുവരാൻ. ഇങ്ങനെ നിയമാവലി കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ആ സ്ഥാപനത്തിന് ആ ഓർഗനൈസേഷന് നഷ്ടത്തിലേക്ക് എത്താൻ പറ്റുന്ന വിധത്തിലുള്ളതായിരിക്കരുത്. നഷ്ടം വരരുത്, ലാഭേച്ഛയോട് കൂടിയിട്ട് ഒരു ബിസിനസ്സിന് എന്താണ് ഒരു പ്രോഫിറ്റ് ആയിരിക്കും. ആ പ്രോഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള നിയമാവലികളാണ് എഴുതി തയ്യാറാക്കി കൊണ്ടുവരേണ്ടത്. ക്ലിയർ ആയോ ആ പോയിന്റ് എന്താന്നുള്ളത്? It should be written in order to preserve it against loss. ഓക്കെ, ഇനി ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ പേഴ്സൺ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പോ ഏതെങ്കിലും ഒന്നുകൂടി ഞാനൊന്ന് ഫസ്റ്റ് തുടങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് പേഴ്സണൽ പോളിസി എന്ന് പറയുമ്പോൾ നിയമങ്ങളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നിയമങ്ങൾ തയ്യാറാക്കുമ്പോൾ ആ നിയമങ്ങൾ അത് അവിടെയുള്ള വർക്കേഴ്സിന് ഫേവറബിൾ ആക്കണം, മാനേജേഴ്സിന് അവരുടെ ലക്ഷ്യം നേടിയെടുക്കണം, നല്ലൊരു അന്തരീക്ഷം ആ സ്ഥാപനം നന്നായിട്ട് പോകാൻ അല്ലെ സമാധാനപൂർവമായിട്ട് പോകാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള നിയമാവലിയാണ് എഴുതി തയ്യാറാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ചില പ്രത്യേകതകൾ, ഒരു സ്വഭാവ സവിശേഷതകൾ അതിനുണ്ടായിരിക്കും. ഒന്നാമതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവർക്കും അവിടെയുള്ള വർക്കേഴ്സിനെല്ലാം വ്യക്തമായിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ, അതല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല അവിടുത്തെ ലാംഗ്വേജിൽ എഴുതി തയ്യാറാക്കുന്ന നിയമാവലികളായിരിക്കും.
ഓക്കെ, പിന്നെ നെക്സ്റ്റ് അത് എഴുതി തയ്യാറാക്കുക. അതുകൊണ്ടാണ് 2-3 പോയിന്റിൽ പറയുന്നത്. ഒന്ന് എഴുതി തയ്യാറാക്കുന്നതായിരിക്കണം, മറ്റൊന്ന് ലാംഗ്വേജ് അവിടുത്തെ ലാംഗ്വേജ് ആയിരിക്കണം, പിന്നെ വേറൊന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയായിരിക്കണം, ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞത്. കഷ്ടപ്പെട്ട് മെസ്സേജ് വായിച്ചു തീരുന്നെങ്കിൽ അത് പോയില്ല. ഇനി നമുക്ക് ലാസ്റ്റ് ടൈമില് നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുള്ള ടൈം തരാം. അപ്പൊ നിങ്ങൾ ചോദിച്ചോളൂ. ഇത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ എന്താണ്, അപ്പൊ അത്രയും കാര്യം ആ ഫസ്റ്റ് 3 പോയിന്റിൽ അതാണ് പറഞ്ഞത്. ഒന്ന് എഴുതി തയ്യാറാക്കണം, അത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലാണ് എഴുതേണ്ടത്. മറ്റൊന്ന് അത് ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് അണ്ടർസ്റ്റുഡ് ചെയ്ത് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന തരത്തിലുള്ള നിയമാവലി ആയിരിക്കും. ഞാൻ വീണ്ടും പറയുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇൻട്രസ്റ്റ് കൊടുക്കുന്ന തരത്തിലുള്ള നിയമങ്ങളായിരിക്കും അല്ലെ. അവിടെയുള്ള തൊഴിലാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായിരിക്കണം ആ നിയമാവലികൾ ഉണ്ടാക്കേണ്ടത്. നേരത്തെ കൂട്ടിയുള്ള നിയമങ്ങൾ തയ്യാറാക്കുന്നത്, ആ തയ്യാറാക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കും കൂടി ഇൻട്രസ്റ്റ് ആവുന്നതായിരിക്കണം. അതേപോലെ തന്നെ ആ ഓർഗനൈസേഷന് നഷ്ടം സംഭവിക്കില്ല എന്നും ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള നിയമങ്ങളായിരിക്കും. നമ്മൾ ഒരു നിയമം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്ഥാപനത്തിന് ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റില്ലെങ്കിൽ അത് ലോസ് അല്ലേ, നഷ്ടം തന്നെയാണ്. അപ്പൊ നമ്മൾ തയ്യാറാക്കുന്ന നിയമങ്ങളിൽ ഇതെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ബിസിനസിന് ലക്ഷ്യം നേടിയെടുക്കാൻ വേണം, മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിരിക്കണം, ഒരു നിലനിൽപ്പുള്ള നിയമങ്ങളായിരിക്കണം. അത് നോട്ട് അറിയിച്ചിട്ട് അത് ഒരിക്കലും അവരെ അടിച്ചമർത്തല്ലേ മറ്റു വ്യക്തികൾക്ക് ഭയങ്കര എന്താ പറയുക സ്ട്രെസ് കൊടുക്കുന്ന തരത്തിലുള്ള നിയമാവലികളൊന്നും ആവാനായിട്ട് പാടുള്ളതല്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ഫാക്ടറികളും പഠിച്ചിട്ട് വേണം, അനലൈസ് ചെയ്തിട്ട് വേണം ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവരാനായിട്ട്. അല്ലാതെ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തിനോട് വരുമ്പോൾ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കില്ല. പിന്നെന്താണ് യൂണിഫോം, എല്ലാവർക്കും ഒരേപോലെയുള്ള നിയമാവലികളായിരിക്കാം തയ്യാറാക്കി കൊണ്ടുവരേണ്ടത്. പിന്നെ എന്താ പറയുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള നിയമാവലി ആയിരിക്കണം. അതായത് അവിടെയുള്ള നിയമം വെച്ചുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെയുള്ള ജീവനക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് സാധിക്കും. ഈ നിയമം അനുസരിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഈ കൂലി കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ നിയമം അനുസരിച്ചിട്ട് എന്റെ ലീവ് എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. ഈ നിയമം അനുസരിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ട് ആ എക്യുപ്മെന്റ്സ് ലഭ്യമായില്ല, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നിയമാവലികൾ കൂടി ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇത് ഇത്തിരി സ്പീഡിൽ പോകണോട്ടോ, കാരണം ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് അതങ്ങനെ പേജസ് ഒന്നും അങ്ങനെ കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഇതുമാത്രം തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വീണ്ടും നമുക്ക് കണ്ടിന്യൂഷൻ പോകാം. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പറയുന്നത്? An organization structure explain how activities like task allocation, coordination and supervision are directed toward the achievement of the organizational aims. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യമുണ്ടാവും അല്ലെ. നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലക്ഷ്യം നേടിയെടുക്കണം എന്നുള്ളത്. അപ്പൊ ഈ ഓർഗനൈസേഷൻ ലക്ഷ്യം നേടിയെടുക്കുന്നത് നമുക്കറിയാം ഒരു വലിയ ലക്ഷ്യമായിരിക്കും അല്ലെ. ഏറ്റവും ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ട് ലക്ഷ്യം എന്തായിരിക്കും ഒരു വലിയ കാര്യം നേടിയെടുക്കാനായിരിക്കും. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നല്ലൊരു സർവീസ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒപ്പം പ്രോഫിറ്റും ലാഭവും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ഒരു ലക്ഷ്യം ആ സ്ഥാപനത്തിന് ഉണ്ടാവുക അല്ലെ. നല്ലൊരു പീരിയഡ് ഒരു ഹോസ്പിറ്റൽ ആവണമെന്നുണ്ടാവും, ഒപ്പം തന്നെ ഒരു നിശ്ചിത ലാഭം കൂടി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എയിം ഉണ്ടാവും. അപ്പൊ ആ ഒരു എയിം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്കുകളെല്ലാം എന്താണ് ഒരേ ലക്ഷ്യം തന്നെയാണ് കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ ആ ഒരു വലിയ വർക്കിനെ, അതായത് മൊത്തം ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ടാസ്കുകളെ ചെറിയ ചെറിയ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്തിട്ടാണ് ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് അല്ലെ. ഓരോ ഹോസ്പിറ്റലിലും ഓരോ വീട്ടിലും നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അവർക്ക് അവരുടേതായ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്?
How activities like task allocation, coordination and supervision and directing towards the achievement of organizational aims. ഈ ഓർഗനൈസേഷന്റെ എയിം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ ടാസ്കിനെ വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ടാസ്കിനെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും ചെയ്യേണ്ടത്, ഓരോരുത്തരും ഓരോ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ ഡ്യൂട്ടി ചെയ്യണം അല്ലെ, അവർ എങ്ങനെയത് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും ചെയ്യാനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരണം, ഏകോപിപ്പിച്ച് കൊണ്ടുവരണം. അതിന്റെ സൂപ്പർവിഷൻ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴായിരിക്കും, മേൽനോട്ടം വഹിക്കുമ്പോഴായിരിക്കും, ഇങ്ങനെ ഓരോ അധികാരങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ടായിരിക്കും അവർ അവരുടെ ഡ്യൂട്ടികൾ നിർവഹിക്കുന്നത്. ഈ അധികാരങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഡ്യൂട്ടികൾ കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ എന്താണ്, മേൽനോട്ടം വഹിക്കുമ്പോഴാണ് അത് കണ്ടെത്താൻ സാധിക്കുക. ഈ അധികാരികൾക്ക് ഇങ്ങനെ അംഗീകാരം വെച്ച് കൊടുത്തിട്ട് അവര് നല്ല രീതിയിൽ തന്നെ എഫിഷ്യന്റ് ആയിട്ട് മിക്സ് ചെയ്യാത്തത് കൊണ്ടാണ് ആ റിസൾട്ട് നേടിയെടുക്കാൻ പറ്റാത്തത് എന്നുള്ളത് സൂപ്പർവിഷൻ നടത്തുമ്പോഴാണ് മനസ്സിലാക്കുക. അങ്ങനെ സൂപ്പർവിഷൻ നടത്തി മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ്, ഈ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ ഡയറക്ഷൻ കൂടി അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ ഇത്തരം ഈ ഒരു അറേഞ്ച്മെന്റ്, ഈ ഒരു ഓർഗനൈസേഷന്റെ ഘടന എന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തികളെല്ലാം കൂടിക്കലർന്നതാണ്. അതായത് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തിരിച്ച് അല്ലെ വിഭജിച്ചു കൊടുക്കുക, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൗ ആക്ടിവിറ്റീസ് ലൈക്ക് ടാസ്ക് അലോക്കേഷൻ, എങ്ങനെയാണ് ഈ വലിയ ടാസ്കിനെ വീതിച്ചു കൊടുക്കുക, ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അവരവരുടെ ഡ്യൂട്ടി എങ്ങനെ വീതിച്ചു കൊടുക്കാൻ സാധിക്കും. ദെൻ ഈ വീതിച്ചു കൊടുത്തിരിക്കുന്ന ഈ ഡ്യൂട്ടികളെല്ലാം എങ്ങനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. അതിന്റെ സൂപ്പർവിഷൻ ഇങ്ങനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് എവിടെയെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടോ എന്ന് അല്ലെ എന്തെങ്കിലും തെറ്റുപറ്റികൾ ഉണ്ടോ എന്ന് സൂപ്പർവിഷൻ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ സൂപ്പർവിഷൻ അതായത് ഇങ്ങനെ ഒരു മേൽനോട്ടം വഹിക്കുമ്പോൾ എന്താണ്, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. അത് പരിഹരിച്ചിട്ട് എന്താണ്, നല്ല രീതിയിൽ വഴികാട്ടി ഡയറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് പോരായ്മ, ആ പോരായ്മ നികത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കാതെ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഡയറക്ഷനൊക്കെ കൊടുത്ത് ലക്ഷ്യത്തിലേക്ക് ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ചെയ്യുക, അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമാണ് ഓർഗനൈസേഷൻ ഘടനയിൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി വീണ്ടും നിങ്ങൾ അതിന്റെ ബാക്കി വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കും. എന്താണ് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ്, അതായത് കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതിന്റെ ആ കൺസെപ്റ്റ് ആശയങ്ങൾ പറയുമ്പോൾ ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ഒരു ലക്ഷ്യം നേടിയെടുക്കേണ്ടതുണ്ട്, ടാസ്ക് അത് നേടിയെടുക്കണം. ഒപ്പം തന്നെ എന്താണ്, അവിടെ ഇരിക്കുന്ന വർക്കേഴ്സിന് അവരുടേതായ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലെ. ഓരോ വ്യക്തിയും ജോലി ചെയ്യുന്ന എന്താണ്, അവർക്ക് അവരുടേതായ വ്യക്തിപരമായ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു നിലനിൽപ്പ് അല്ലെ, ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ജോലി എന്നുള്ള ഒരു നിലനിൽപ്പ് കൂടി ആഗ്രഹിച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോ പേഴ്സണും ഓരോ ജോലി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ ഒരു ലക്ഷ്യം ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി പറയുന്നത്? ഇറ്റ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ ദ റൈറ്റ് ടു ആക്ട്, ടു ടേക്ക് എ ഡിസിഷൻ, ടു റിക്വസിഷൻ റിസോഴ്സസ്, ടു ഗീവ് എ ഡയറക്ഷൻ ടു അതേഴ്സ് ടു ആക്ട് ആൻഡ് ടു എക്സിക്യൂട്ട് അതർ ടാസ്ക് ഇൻ ഓർഡർ ടു ഫുൾഫിൽ ജോബ് റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മള് പിന്നെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി അധികാരം എന്താ പറയുക വിട്ടുകൊടുക്കുകയാണ്, അധികാരം ഡെലിഗേറ്റ് ചെയ്യുകയാണ്, അതായത് അംഗീകരിച്ചു കൊടുക്കുന്നു. നമ്മളിപ്പോ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിലെ ഒരു വാർഡിന്റെ അധികാരം നമ്മൾക്ക് അറിയാം, നഴ്സ് ഇൻചാർജുള്ള വ്യക്തിയാണ് അല്ലെ, ആ വാർഡിന്റെ ഇൻചാർജുള്ള നഴ്സാണ്. ആ നഴ്സിന് അവരുടെ അധികാരം എന്താണ്, വിട്ടുകൊടുക്കുകയാണ് ആ വാർഡ് മുഴുവനും നോക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, അതനുസരിച്ചിട്ട് ഓരോ അവിടെയുള്ള നഴ്സുമാരെയൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ തയ്യാറാക്കും. അതനുസരിച്ചിട്ട് ഓരോരുത്തർക്കും അവരുടെ ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ ദ റൈറ്റ് ടു ആക്ട്, ടു ടേക്ക് എ ഡിസിഷൻ. അപ്പൊ അവരെന്ത് ചെയ്യും, അതങ്ങനെ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ ഡിസിഷൻ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കുകയും ടു റിക്വസിഷൻ റിസോഴ്സസ് ടു ഗീവ് ഡയറക്ഷൻ. ഇൻ കേസ് പേഴ്സൺസിന്റെ അഭാവം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇനിയും നഴ്സുമാരുടെ ആവശ്യകതയുണ്ട്, ഈ വാർഡിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മതിയായ പേഴ്സൺസ് ഇല്ല. അപ്പൊ ഈ അധികാരമുള്ള ഈ പേഴ്സൺ അത് ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് അവര് ചിലപ്പോൾ നഴ്സുമാരെ അലോട്ട് ചെയ്തു കൊടുക്കും.
അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ അംഗീകാരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ ഓർഗനൈസേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരെയാണ് അംഗീകാരം ഏൽപ്പിച്ചു കൊടുക്കുന്നത് അവരാണ്. കണ്ടില്ലാട്ടോ, എന്തായാലും ഒന്നുകൂടി ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ പറയുന്ന ലാംഗ്വേജിലേക്ക് ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പം എന്താണ് അവര് എന്താണോ പറയുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു ആഗ്രഹിക്കുന്ന അംഗീകാരം കൊടുത്തിരിക്കുന്ന മേഖലയിലുള്ള വ്യക്തിക്കാണ് അത്തരത്തിലുള്ള ഡ്യൂട്ടി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവര് അതനുസരിച്ചിട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ തീരുമാനങ്ങൾ അവർ സ്വമേധയെ എടുക്കുന്നു. റിസോഴ്സസ് അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. ഇൻ കേസ് വീണ്ടും എന്തെങ്കിലും റിസോഴ്സിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. പിന്നെ ഡയറക്ഷൻ, ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം, ഇന്ന സമയം കൊണ്ട് ഇതൊന്ന് പൂർത്തിയാക്കണം. അങ്ങനെ അംഗീകാരം കൊടുത്തിരിക്കുന്ന വ്യക്തി ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഇതിലെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ പറയുന്നത്. ആൻഡ് ടു എക്സിക്യൂട്ട് അതർ ടാസ്ക് ഇൻ ഓർഡർ ടു ഫുൾഫിൽ ജോബ് റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെയാണ് ഓരോ ജോബും അവരുടെ ആ ഒരു ഉത്തരവാദിത്തം അങ്ങനെയാണ്. ഫസ്റ്റ് പോയിന്റ് പറയാം, അത് കഴിയട്ടെ. അപ്പോ എന്താണ് ആ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ നമ്മൾ പറയുന്നത് ഈ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഈ അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ഞാനത് ഈ 4 പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്തെങ്കിലും പറഞ്ഞുതരാട്ടോ. ഈ ഒരു പോയിന്റ്സുകൾ നോക്കാം. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. ഇപ്പൊ നമ്മളിങ്ങനെ അധികാരം കൊടുത്ത് അവരവരുടെ വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ അധികാരം കൊടുത്തിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ ദുരുപയോഗം ചെയ്താലോ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റില്ല അല്ലെ. ഈ അധികാരം കൊടുത്തിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ ആണെങ്കിൽ ആൾക്കാരെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, അപ്പൊ അവരെ കൊണ്ട് ഓരോ പണി ചെയ്യിപ്പിക്കുന്നുണ്ടാവില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, അത് സൂപ്പർവിഷൻ നടത്തുന്ന വ്യക്തികൾക്കാണ് അത് തിരിച്ചറിയാൻ സാധിക്കുക. അപ്പൊ അവരെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തികൾ എന്താണ് ഇങ്ങനെ ഈ അധികാരം കൊടുത്തിരിക്കുന്ന വ്യക്തികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് അവര് ശ്രദ്ധിക്കും. അതൊരു പ്രോപ്പർ സ്പാൻ, കൃത്യമായ ഒരു അകലം അല്ലെ. ഒരു സൂപ്പർവിഷൻ നടത്തുന്ന വ്യക്തികൾക്ക് അവരുടെ ഒരു സ്പാൻ ഒരു അകലമാണ് ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, അവരെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു നിശ്ചിത അകലം അല്ലെ. മേലുദ്യോഗസ്ഥൻ എന്നുള്ള ഒരു പവർ ഉണ്ടായിരുന്ന ആ അകലം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ ഇവർ നന്നായിട്ട് തന്നെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ. ഇനി ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ, ഇത് വേറൊരു പോയിന്റ് ആണ് നോക്കാം. അണ്ടർ സ്പെഷ്യലൈസേഷൻ ലിമിറ്റഡ് ഡ്യൂട്ടീസ് ആർ പെർഫോംഡ് റെഗുലർലി ആൻഡ് റിപ്പീറ്റഡ്ലി. ഫ്രം ദ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ, specialization makes the learning of a job routine easier and turns the worker into an expert in this job. നിങ്ങൾക്ക് എത്ര മനസ്സിലാക്കാനുള്ളൂ. ഒരു ജോലി നമ്മൾ എപ്പോഴും ഒരേ ജോലി ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആയിരിക്കും അല്ലെ. ഇതിലൂടെ സ്പീഡിൽ ആ ജോലി ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം നമ്മളുടെ അതിന്റെ ആ ന്യൂനതകൾ എന്താണ് അതിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കുമെങ്കിൽ അത് സ്പീഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ക്വാളിറ്റി, അതായത് ഗുണമേന്മയോടുകൂടി എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അവർക്ക് അതിന്റെ ആ പോരായ്മകൾ എന്താണെന്നൊക്കെ തിരിച്ചറിയാനായിട്ടൊക്കെ സാധിക്കും. ആ ഒരു പോയിന്റ് ആണ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷനിൽ പറയുന്നത്. ആൻഡ് ദ സ്പെഷ്യലൈസേഷൻ ലിമിറ്റഡ് ഡ്യൂട്ടീസ് ആർ പെർഫോംഡ് റെഗുലർലി ആൻഡ് റിപ്പീറ്റഡ്ലി. ഫ്രം ദ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ, specialization makes the learning of job routine easier and turns the worker into an expert in his job. ഓക്കെ, അപ്പൊ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ ഒരു വലിയ ടാർജറ്റിന് സ്മോൾ ടാർജറ്റ് ആക്കി ഓരോരുത്തർക്കും ഏൽപ്പിക്കുമ്പോൾ ഇന്ന അവരെ പോലെ ചെയ്യുന്ന റുട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മേലധികാരികൾ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. ഞാൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ അതനുസരിച്ചിട്ട് ഡയറക്റ്റ് ചെയ്യുക അല്ലെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഡയറക്റ്റ് ചെയ്തിട്ട് അവരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്നുള്ളത്. ലാസ്റ്റ് പോയിന്റ്, കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. അതായത് നമ്മളെപ്പോഴും അല്ലെ ആശയവിനിമയം നടത്തേണ്ട ആ ചാനല് എപ്പോഴും ഒരു പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളത്. ഉദ്യോഗസ്ഥരുടെ ഇടയിൽ മേലുദ്യോഗസ്ഥർക്ക് എന്താണ് അധികാരങ്ങൾ പങ്കുവെക്കാൻ മാത്രമല്ല അവർക്ക് കീഴുദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രോബ്ലംസ് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് പോയിന്റ് പറയാം. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളത്? അതൊരു പോയിന്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ ഇച്ചിരി പണിയായിരിക്കും. അതായത് ഘടനയുടെ 2 സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇത്രയും വിവരിച്ച് മനസ്സിലാക്കി തരേണ്ടതായിട്ട് വരുന്നത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതൊരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു ഘടനയാണ് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യം എന്താണെന്നും ലക്ഷ്യത്തിലേക്ക് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നും അത് കോർഡിനേറ്റ് ആ ലക്ഷ്യത്തിലേക്ക് കുറെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വ്യത്യസ്ത പോയിന്റുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് ഒരു ലക്ഷ്യം എന്താണെന്നുള്ളത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നുണ്ട്. അത് പിന്നെ അധികാരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ അധികാരികൾക്കെല്ലാം കോർഡിനേറ്റ് ചെയ്യണം. ഒപ്പം തന്നെ എന്താണ് സൂപ്പർവിഷൻ നടത്തണം. സൂപ്പർവിഷൻ നടത്തിയിട്ട് ഇത് കറക്റ്റ് ആയിട്ട് പോകുന്നില്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യണം. വീണ്ടും ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു കുറച്ച് സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്നത്. ഇനി അത് ആ സ്റ്റെപ്പുകളെയാണ് ശരിക്കും പറഞ്ഞ കൺസെപ്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. ആദ്യം ഫാസ്റ്റ് അക്കംപ്ലിഷ്മെന്റ്, അതായത് വലിയൊരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിലെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ആ ലക്ഷ്യം തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടായിരിക്കും അവർ വരുന്നത്. അവർക്ക് തൊഴിലിന് ശമ്പളം കിട്ടണമെന്നുണ്ടാവും. ഒപ്പം തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻസെന്റീവ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എയിമോട് കൂടിയിട്ടായിരിക്കും അവർ വരുന്നത്. പക്ഷെ ടൈം അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അവരുടെ കഴിവ് അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങൾ കൂടിയായിട്ടായിരിക്കും ഏതൊരു വ്യക്തിയും വർക്ക് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് അത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ഈ വലിയൊരു ടാർഗറ്റിനെ ഓരോരുത്തർക്കും ഡെലിവറി ചെയ്ത് കൊടുക്കാൻ. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു പോലെ അവരുടെ സ്പെഷ്യലൈസേഷൻ ഓരോ വ്യക്തിക്കും അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കണം ആ ഡ്യൂട്ടി ഓരോരുത്തർക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായി. പിന്നെ വീണ്ടും ഈ ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അധികാരങ്ങൾ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ആ അധികാരങ്ങൾ വിട്ടുകൊടുക്കുന്നതാണ് ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അധികാരികൾക്ക് അധികാരങ്ങൾ വിട്ടുകൊടുത്തിട്ട് കീഴ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്നതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഈ അധികാരം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള കാര്യമാണ് സൂപ്പർവിഷൻ എന്നുള്ള ആ ഒരു പോയിന്റിൽ പറയുന്നത്. പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, അവര് ആ ഒരു അകലം പാലിച്ചുകൊണ്ട് തന്നെ സൂപ്പർവൈസ് ചെയ്ത് ഇവര് കൈകാര്യം ചെയ്ത് ഈ അധികാരങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അവസാനം നമ്മൾ എന്താണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലും കൂടി പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അതായത് മേലധികാരികളും ഈ ഉദ്യോഗസ്ഥരും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് വേണം ഈ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മേലധികാരികൾക്ക് ഇവരെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അതേ അധികാരം തന്നെ റോൾ ഉപയോഗിക്കുന്ന മാത്രം തന്നെ ഉദ്യോഗസ്ഥർക്ക് അത്ര ഫ്രീ ആയിട്ട് തന്നെ ഇവരോട് അവരുടെ ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ബന്ധം കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ആ സ്റ്റെപ്പിലൂടെയാണ് എന്താ നമ്മള് ഈ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ക്ലിയർ ആയോ? എന്റെ ഫസ്റ്റ് പോയിന്റ് എന്നോട് ചോദിച്ചായിരുന്നു ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ നേരത്തെ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പറഞ്ഞ ഓർഗനൈസേഷന്റെ എയിം ആണ് നമ്മൾ അത് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കുക അല്ലെങ്കിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. അവിടെ ഓരോ പേഴ്സന്റേജ് സാറ്റിസ്ഫാക്ഷൻ കൂടി വെച്ചിട്ടായിരിക്കണം ഈ ലക്ഷ്യം നേടിയിരിക്കേണ്ടതെന്നുള്ളത്. ചില പോയിന്റ്സ് വിവരിച്ചിട്ടുണ്ട്, ചില പോയിന്റ്സ് ജസ്റ്റ് ഒരു ലൈനേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അത് അത്ര ക്ലിയർ ആവാതെ. ഇനി എന്തെങ്കിലും ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇന്ന് തന്നെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെക്കാട്ടോ.
നമ്മൾ ഇന്ന് ഓർഗനൈസേഷൻ സ്ട്രക്ചറും എന്താ പറയുക പോളിസിയും മാത്രമേ എടുത്തുള്ളൂ. പോളിസിയുടെ അഡ്വാൻറ്റേജസ്, ഒബ്ജക്റ്റീവ്സ്, പ്രിൻസിപ്പിൾസ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്ട്രക്ചർ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തത് എടുക്കാം. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Ma'am, a degree of specialization എന്ന് പറയും. ചോദിക്കാനൊന്നുമില്ല, ചോദിച്ചോളൂ. The degree of specialization ഒന്ന് പറയാം മാം. ഇവിടുന്ന് എന്തെങ്കിലും പ്രോബ്ലം നോക്കട്ടെ, ഒന്നും കൂടി ഒന്ന് ചോദിക്കാമോ? രണ്ട് രീതിയും ഒന്ന് വെച്ച് നോക്കിയതാണ്. നിങ്ങൾ പറയുന്നത് എനിക്ക് ഓക്കെ ഒന്ന് നോക്കി. മ്യൂട്ടല്ല, ചോദിക്കാമോ? എനിക്ക് നിങ്ങൾ പറയുന്നത് ആദ്യമേ തുടങ്ങി കേൾക്കാൻ പറ്റുന്നില്ല. ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു. അതൊന്ന് കൈകാര്യം ചെയ്തു വന്നപ്പോ ചെറിയ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. എന്തായാലും ഇൻഫോം ചെയ്യാം. നിങ്ങൾ എന്താണ് അങ്ങനെ മെസ്സേജ് അയക്കാട്ടോ. അപ്പോ 4th പോയിന്റ് അല്ലേ? ഫോർത്ത് പോയിന്റില് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. അത് ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു വ്യക്തിക്ക് അത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അല്ലെ, അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ അവര് അത്തരത്തിലുള്ള പണികൾ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഈസി അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അവിടെ എന്തോ സംസാരിച്ചാലും എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. സോറി, ഞാൻ എന്തായാലും അത് ഇൻഫോം ചെയ്യാം. അപ്പൊ അതെ അല്ലെ, കാലത്ത് മുതലേ എന്തായിരുന്നു ഞങ്ങൾ പറയുന്നതായിരുന്നു കേൾക്കാൻ പറ്റാതെ. അത് ക്ലിയർ ചെയ്തിട്ട് വന്നപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്നത് ശരി. ഇപ്പൊ നിങ്ങൾ പറയുന്നതാണ് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ. എന്തായാലും ടെക്നിക്കലി ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും, പരിഹരിക്കാം. അപ്പൊ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷനിൽ പറഞ്ഞത് അണ്ടർ സ്പെഷ്യലൈസേഷൻ ലിമിറ്റഡ് ഡ്യൂട്ടീസ് ആർ പെർഫോംഡ് റെഗുലർലി ആൻഡ് റിപ്പീറ്റീവ്ലി. ഒരു ചെറിയ കുറച്ച് ഡ്യൂട്ടികള് എന്താണ് അവരെ റിപ്പീറ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഫ്രം ദ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ, പേഴ്സണൽ പോയിന്റ് വ്യക്തിപരമായിട്ട് ആ ഒരു വീക്ഷണത്തോടു കൂടി നോക്കിയാല് സ്പെഷ്യലൈസേഷൻ മേക്ക് ദ ലേണിംഗ് ജോബ് റുട്ടീൻ ഈസിയർ ആൻഡ് ടേൺസ് ദ വർക്കർ ഇൻടു ആൻ എക്സ്പെർട്ട് ഇൻ ഹിസ് ജോബ്. അങ്ങനെ ആ ഒരു ലിമിറ്റഡ് ഡ്യൂട്ടി അവരെ കൊണ്ട് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് അവർക്ക് ഈസി ആയിട്ട് തന്നെ ഒരു എക്സ്പേർട്ടോട് കൂടിയിട്ട് തന്നെ ആ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് അവർ ടീച്ചർ മുട്ടിക്കിരിക്കും. ഒരു ഇതും കൂടി നമുക്ക് നോക്കാം. പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ അവരുടെ വ്യക്തമായിട്ടുള്ള ഒരു നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. പേഴ്സണൽ പോളിസി ഈസ് എ പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് എസ്റ്റാബ്ലിഷ് എ ഗൈഡ് ടു വർക്ക് ടുവാർഡ് അക്സെപ്റ്റബിൾ ഔട്ട്കംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾക്ക് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് നിയമങ്ങൾ, അതിന് ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന് ഉപയോഗപ്രദമായിട്ട് അവിടെയുള്ള ആ ഒരു എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള കുറെ നിയമാവലികൾ അത് നേരത്തെ കൂടി തയ്യാറാക്കുക എന്നുള്ളതാണ്. പേഴ്സണൽ പോളിസി ആണ് റൂൾസ് ആൻഡ് കൺട്രോൾ ഹൗ ടു ഡീൽ വിത്ത് ഹ്യൂമൻ റിസോഴ്സസ് ഓർ പേഴ്സണൽ റിലേറ്റഡ് സിറ്റുവേഷൻ. ഓരോ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ ആ ഒരു റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ, ആ ഒരു വിഭവശേഷി ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വരാം എന്നുള്ളതനുസരിച്ചിട്ട് ചില നിയമങ്ങൾ കൊണ്ടുവരുന്നതാണ് പേഴ്സണൽ പോളിസി. പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്തായാലും എന്റെ ക്ലാസ്സും കൂടി ഒന്ന് ജസ്റ്റ് കേട്ട് നോക്കാം. എന്തെങ്കിലും ഇതുകളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പരിഹരിക്കാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.
നിങ്ങൾ ഇപ്പൊ ഒന്ന് സംസാരിച്ചു നോക്കിയേ. ആരെങ്കിലും ഒന്ന് മ്യൂട്ട് മാറുന്നില്ല എന്നല്ലേ പറയുന്നത്? ഓക്കെ, ഞാനത് ഇവിടെ ഇൻഫോം ചെയ്യാം.